Welcome to my channel. So last class what we have discussed? We have discussed about inductive effect, resonance effect, then electromeric effect. All these concepts we have discussed in detail. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരാളാണ് ആരാണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്. എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്? വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇൻഡക്റ്റീവ്, മീസോമെറിക് അല്ലെങ്കിൽ റെസൊണൻസ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒക്കെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പം എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്? ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും ഞാൻ പറഞ്ഞു ചിലത് പെർമനൻ്റ് ആണ്, ചിലത് ടെമ്പററി ആണ്. ദാറ്റ് മീൻസ് ചിലത് അറ്റാക്കിംഗ് ന്യൂക്ലിയർ ഫയലൊക്കെ വരുന്ന സമയത്ത് മാത്രം ഉണ്ടാവുന്ന ഒരു എന്താണ് ഇലക്ട്രോൺസിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇത് ശരിക്കും എന്താണിത്? ഇലക്ട്രോൺസിൻ്റെ ഒരു മൂവ്മെൻറ്റ്. അത് കാരണം ആറ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിന് വരുന്ന സ്റ്റെബിലിറ്റിയാണ് ഇത് അല്ലേ. അപ്പം ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പെർമനൻറ്റ് എഫക്റ്റ് ആണ്. ഇറ്റ്സ് എ പെർമനൻറ്റ് എഫക്റ്റ്. ഇനി ഇത് എന്താണ്? The sigma electrons of the CH bond of the alkyl group enter into the partial conjugation. അപ്പോൾ പേരിൽ തന്നെ conjugation with the attached unsaturated system or with the unshared p orbital. ഒന്നും മനസ്സിലായില്ലല്ലോ? ഒന്നുകൂടെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സിഗ്മ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ്. ആരുടെ സിഗ്മ ഇലക്ട്രോൺ? CH ബോണ്ട് ഓഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ്. ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അത് നമുക്കറിയാം CH അല്ലേ. ആൽക്കൈൽ എന്ന് പറയുമ്പോൾ CH3 ഗ്രൂപ്പ് അല്ലെ C2H5. അപ്പം ഒരു CH3 ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, CH3 അത് ഞാൻ കുറച്ചുകൂടെ ഭംഗിക്ക് വരയ്ക്കാം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതാണ് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്. ഓക്കെ, ഈ CH ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു sigma bond, that the sigma electrons are the electrons which are involved in single bond. The sigma electrons of the CH bond of the alkyl group enter എവിടെ എൻ്റർ ചെയ്യും? into the partial conjugation, complete conjugation to partial conjugation with the attached unsaturated system, or with the unshared p orbital. അതായത് നമ്മുടെ കയ്യിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ഒരു CH ബോണ്ട് ഉണ്ട്. ഇതിൽ സിഗ്മ ഇലക്ട്രോൺസ് വിൽ ബി ഇൻ കോൺജുഗേഷൻ വിത്ത് ദി അറ്റാച്ച്ഡ് അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ഓർ വിത്ത് ദി അൺഷെയർഡ് പി ഓർബിറ്റൽ. ഇതൊരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഈ CH ബോണ്ട് ഈ അൺസാച്ചുറേറ്റഡ് സിസ്റ്റത്തിൻ്റെ ആളുമായിട്ടൊരു കോൺജുഗേഷന് പോകും. അല്ലെങ്കിൽ ഇവരാരുമായിട്ടാണ് കോൺജുഗേഷന് പോകുന്നത്? ദേ വിൽ ബി ഫോമിങ് കോൺജുഗേഷൻ വിത്ത് എ സിസ്റ്റം വിത്ത് അൺഷെയർഡ് പി ഓർബിറ്റൽ. ഈ അൺഷെയർഡ് പി ഓർബിറ്റലുള്ള ഒരാളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവരുടെ പേരെന്താണ്? ഇറ്റ് ഇസ് കാർബോകാറ്റയോൺ. ഒന്നെങ്കിൽ ഇവരായിട്ട് അല്ലെങ്കിൽ വേറൊരാളാണ്. ഇങ്ങനെ അൺഷെയർഡ് ആയിട്ടുള്ള പി ഓർബിറ്റലുള്ള ഒരാളാണ് നമ്മുടെ ഇതാരാണ്? ഇതെന്താണ്? ഇറ്റ്സ് കോൾഡ് എസ് ഫ്രീ റാഡിക്കൽ. എന്താണ്? ഫ്രീ റാഡിക്കൽ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സിഗ്മ ഇലക്ട്രോൺസ് ഒരു കോൺജുഗേഷൻ വരുന്നു. ഈ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫറിനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം എന്താണ് ഇതിൽ എന്താ ഇൻവോൾവ്? ഇറ്റ് ഇൻവോൾവ്സ് ദ ഡീലോക്കലൈസേഷൻ ഓഫ് sigma electrons of the CH bond of an alkyl group directly attached to an atom of the unsaturated system or to an atom with unshared p orbital. അപ്പോൾ ഈ ഡെഫിനിഷൻ നന്നായി പഠിച്ചോളൂ. So what is meant by hyperconjugation? Hyperconjugation is an effect in which involves the delocalization of sigma electrons of the CH bond of alkyl group directly attached to an atom of unsaturated system or to an atom with unshared p orbital. ഇതാണ് എന്ത്? നമ്മുടെ ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നടക്കുന്നത് നോക്കണ്ടേ? കാണിച്ചു തരാം. ഇതിനെക്കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് എന്തിനാണെന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഐ എം ജസ്റ്റ് ഗോയിങ് ടു കൺസിഡർ എ കാർബോകാറ്റയോൺ. ഞാനിത് ഹൈഡ്രോകാർബൺ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെർഷ്യറി കാർബോകാറ്റയോൺ ഈസ് ഫൗണ്ട് ടു ബി മോർ സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് സെക്കൻഡറി വിച്ച് ഇൻ ടേൺ ഇസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി കാർബോകാറ്റയോൺ. ഇതിൻ്റെ റീസൺ നമ്മൾ ഇത് പഠിക്കുമ്പോൾ പറയുമെന്ന് പറഞ്ഞു. അതിൻ്റെ റീസണും കൂടിയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കാർബോകാറ്റയോൺ. ഓക്കെ,
ഈ കാർബോകാറ്റയോൺ എങ്ങനെയായിരുന്നു ഫോം ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാണ്. കാർബോകാറ്റയോൺ ഈസ് ഫോംഡ് ബൈ ദ ഹെട്രോളിറ്റിക് ഫിഷൻ. ഹോമോളിറ്റിക് അല്ല, ഹെട്രോളിറ്റിക് ഫിഷൻ. ഇതെന്താണ്? ഇൻ ഹെട്രോളിറ്റിക് ഫിഷൻ ഇൻ വിച്ച് ദ മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ടേക്സ് എവേ ദി ഇലക്ട്രോൺ ഫ്രം ദി കാർബൺ ആറ്റം ആൻഡ് ദെർബൈ ഇറ്റ് ഡെവലപ്സ് എ കാർബോകാറ്റയോൺ. അങ്ങനെയാണ് കാർബോകാറ്റയോൺ കിട്ടുന്നത്. ഞാൻ കാർബോകാറ്റയോണിൻ്റെ സ്ട്രക്ചറും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് കാർബണിന് നമുക്കറിയാം 6 ആണ് കാർബൺ. അപ്പോൾ 1s2 2s2 2p2 ആണ്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കാർബോകാറ്റയോൺ എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഏത് ഹൈബ്രിഡൈസേഷൻ ആണ്? sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പം ഇതിൽ ഒരു എസും 2 പിയും ആണ്. നമ്മൾ ഇതും കൂടെ വരയ്ക്കുക. 2s 2p 1s. ഓക്കെ, 2s ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോകും. ഓക്കെ, ഇങ്ങനെയായിരുന്നല്ലോ. അപ്പം sp2 ആണ്. പക്ഷേ ഈ ഇലക്ട്രോൺ ഇവിടെ ഉണ്ടോ? ഇതിൻ്റെ കേസിൽ, കാർബോകാറ്റയോണിൻ്റെ കേസിൽ ഇല്ല. ഇവിടെ ഇലക്ട്രോൺ ഡിപ്രൈവ്ഡ് ആണ്. എന്തുകൊണ്ടാണ്? ഈ ഇലക്ട്രോണിനെയും കൊണ്ടിട്ടാണ് ആര് പോയിരിക്കുന്നത്? അതുകൊണ്ടാണല്ലോ ഇത് കാറ്റയോൺ ആയി പോയത്. അപ്പം ഇതാണ് ശരിക്കും കാർബോകാറ്റയോണിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. കാർബോകാറ്റയോണിൻ്റെ കോൺഫിഗറേഷൻ, അതായത് അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഈ രണ്ടാൾക്കാരും sp2 ഫോം ചെയ്യും. ഈ p ഓർബിറ്റിൽ എങ്ങനെ ലേ ചെയ്യുന്നുണ്ടാവും? അതായത് നമുക്കറിയാം sp2 എന്ന് പറയുമ്പോൾ ഒരു ട്രൈഗണൽ പ്ലാനാർ ജോമെട്രി വിത്ത് അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ എന്തായിരിക്കും? ഡിപ്രൈവ്ഡ് ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും. എന്നിട്ട് ഈ ഓരോ ഓർബിറ്റലും നമുക്കറിയാം കാർബോകാറ്റയോൺ ഇസ് അറ്റാച്ച്ഡ് വിത്ത് ദി ഹൈഡ്രജൻ ആറ്റം. ഇത് നമ്മൾ കാർബോകാറ്റയോൺ എടുത്തപ്പോൾ പറഞ്ഞതാണ്. ഞാനൊന്ന് റീകോൾ ചെയ്യിപ്പിച്ചതാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് ആൻ അൺഷെയ്ഡ് ഓർ ഒക്യുപ്പൈഡ് ആയിട്ടുള്ളൊരു p ഓർബിറ്റൽ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ ഡെഫിനിഷൻ പ്രകാരം എന്താണ്? ദർ ഈസ് എൻ കോൺജുഗേഷൻ ബിറ്റ്വീൻ ഓർ ദ സിഗ്മ ഇലക്ട്രോൺസ് ഓഫ് ദ CH ബോണ്ട് ഇസ് ഇൻ കോൺജുഗേഷൻ വിത്ത് ദി അൺഷെയർഡ് p ഓർബിറ്റൽ ഓഫ് ദി കാർബൺ ആറ്റം. അതാണ് നമ്മുടെ ഡെഫിനിഷൻ. അപ്പോൾ ഇവർക്കറിയാം കാർബോകാറ്റയോണിൻ്റെ കയ്യിൽ ഒരു അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഷെയർഡ് ഒരു അൺപെയർഡ് ആയിട്ടുള്ള ഒരു p ഓർബിറ്റൽ ഉണ്ട്. അത് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവരുടെ സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കാന്ന് നോക്കിയാൽ, ഇപ്പോൾ കാർബൺ ഒരു ബോണ്ട് ഉണ്ടാവും, 3 ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ഒരു അൺഒക്യുപ്പൈഡ് ഒരു അൺഷെയർഡ് ആയിട്ടുള്ള ഒരു p ഓർബിറ്റൽ ഉണ്ടാവും. ഇത് ഹൈഡ്രജൻ ആറ്റം, ഈ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ഇത് കാർബണിൻ്റെ. അപ്പം ഈ ഓർബിറ്റൽ വിച്ച് ഈസ് ലൈങ് പാരലൽ ടു ദിസ് അൺഷെയർഡ് ഓർ അൺപെയർഡ് ആയിട്ടുള്ള p ഓർബിറ്റൽ തമ്മിൽ ഒരു കോൺജുഗേഷൻ നടക്കും. ഇവിടെ എന്ത് നടക്കും? ദർ ഒക്കോഴ്സ് ഒരു കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ കിടക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഈ ഇലക്ട്രോൺസും ഈ ഓർബിറ്റലും തമ്മിൽ ഒരു ഡീലോക്കലൈസേഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ നടക്കും. അപ്പോൾ അത് നടക്കുമ്പോൾ ഇവിടെ എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഇനിയിപ്പോൾ ഇത് വരയ്ക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോൺ ആണല്ലോ ഈ കാർബണിൻ്റെ ഓർബിറ്റലുമായിട്ടൊരു ഡീലോക്കലൈസേഷൻ അല്ലെങ്കിൽ ഒരു കോൺജുഗേഷൻ. അപ്പോൾ ഈ 2 ഇലക്ട്രോൺ ഇവിടുന്ന് പതുക്കെ ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും. എന്താ ചെയ്യുന്നത്? ഇവിടെ 2 ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ ആ പാവം ഹൈഡ്രജൻ എന്തായി പോകും? നമുക്ക് കാണാം, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ വെറുതെ ഒരു ബോണ്ടും ഇല്ലാതെ നിൽക്കുകയാണ് H+ ആയിട്ട്. ഇവിടെ എന്താവും? ഡബിൾ ബോണ്ട് ഉണ്ടാവും, ഇവിടെ CH ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയോ. അപ്പോൾ ഇങ്ങനെ ഹൈഡ്രജൻ ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം തന്നെ ഇവിടെ എന്ത് നടക്കുന്നറിയോ? ഈ ഹൈഡ്രജൻ്റെ 2 ഇലക്ട്രോൺ ഒറ്റയടിക്ക് ഇവിടെ നിന്ന് ജമ്പ് ചെയ്യും. ഡീലോക്കലൈസേഷൻ, ഇലക്ട്രോൺസ് ഓർ ദ പോസിറ്റീവ് ചാർജസ് ഡിസ്പേഴ്സിങ് ത്രൂ ഔട്ട്. ഇതൊരൊറ്റയടിക്ക് ഇവിടെ ചാടും. അടുത്ത് എന്ത് പറ്റും? ഇവിടെ ഒരു H+ വന്നു, ഇവിടെ C, ഇവിടെ ഇപ്പോൾ ബോണ്ട് വന്നു, ഇവിടെ ഒരു ബോണ്ട് വന്നു, ഡബിൾ ബോണ്ട് CH. അപ്പോൾ ഈ H വെറുതെ ബോണ്ടില്ലാതെ നിൽക്കുമ്പോൾ അത് ഓടിപ്പോലെ. അതിന് പകരം എന്താ? ഇയാൾ ഓടി ഇവിടെ പോയിട്ട് ഇതിനെ ലോക്ക് ചെയ്യും. അപ്പം എന്ത് ചെയ്യും? വീണ്ടും ഇവിടെ ഒരു ബോണ്ട് വന്നു, ഇവിടെ ഒരു ബോണ്ട് വന്നു, ഇവിടെ H+ വന്നു, ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, ഇവിടെ H. അപ്പം ഇവിടെ H+ വന്നാൽ എന്ത് പറ്റും? ഇവിടെ എന്ത് ചെയ്യും? വീണ്ടും ഇവർ ഓടാൻ തുടങ്ങും. അപ്പം തന്നെ ഇവിടെയുള്ള ബോണ്ട് ഇങ്ങോട്ടേക്ക് വരും. അപ്പം നമ്മുടെ ആദ്യം കിട്ടിയ അതേ സ്ട്രക്ചർ കിട്ടിയില്ലേ? ഇത് നമ്മൾ ചെയ്യണതല്ല കേട്ടോ. ഇതിപ്പോൾ ചോദിക്കും ഇതിപ്പോൾ എന്തിനാ, ഇത് പണ്ടത്തെ പോലെ കിട്ടില്ല. ഇത് നമ്മൾ ചെയ്യുന്നതല്ല. ഇവിടെ എന്താണ്? ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഡിസ്പേഴ്സ് ആവുകയാണ് അല്ലേ? അപ്പോൾ അവിടെ എന്താവും? സ്റ്റെബിലിറ്റി കൂടും. മോർ ദി റെസൊണൻസ് സ്ട്രക്ചേഴ്സ് മോർ ദി സ്റ്റെബിലിറ്റി. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ചാർജ് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഡിസ്പേർഷൻ നടക്കുന്നത് കൊണ്ട് അവിടെ സ്റ്റെബിലിറ്റി കൂടുകയാണ്.
അപ്പം ഇതാണ് ഹൈപ്പർ കോൺജുഗേഷൻ. സോ വാട്ട് ഇസ് മീൻ ബൈ ഹൈപ്പർ കോൺജുഗേഷൻ? That is hyperconjugation involves the delocalization of electrons of CH bond, sigma electrons of the CH bond of an alkyl group which is directly attached to an atom which is unsaturated or with an atom with an unpaired p orbital. ഇതാണ് ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പോൾ ഇങ്ങനെ ഡീലോക്കലൈസേഷൻ ഉണ്ടാവുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, why tertiary carbocation is more stable than that of secondary, which in turn is more stable than that of primary? എന്തുകൊണ്ടാണ്? ടേഴ്സറി കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദിസ് ഇസ് primary carbocation ആണല്ലോ. The carbon atom on which the plus charge is attached to one carbon atom, so this is primary carbocation. അപ്പോൾ സെക്കൻഡറി എന്ന് പറയുന്നത് ഏതായിരിക്കും? CH. ഇതെന്താണ്? The carbon atom on which the plus charge is attached to two other carbon atom. ഇനി ടേഴ്സറി എങ്ങനെയാണ്? CH. ഇത് ഇങ്ങനെ എഴുതുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കൺഫ്യൂസ്ഡ് ആവണ്ട, എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ഈ കാർബോകാറ്റയോണോ? This carbocation is attached to three other carbocation. അപ്പോൾ ഇവർ പറയുന്നു tertiary carbocation is more stable than that of secondary carbocation, which is more stable than that of primary carbocation. Can you explain? This is because of the hyperconjugation effect. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ഫസ്റ്റ് പോയിന്റ്, this is because of hyperconjugation effect. എന്നിട്ട് എന്തെഴുതണം? What is hyperconjugation? It involves the delocalization of the sigma bonded electrons, that is CH electrons of the alkyl group which is directly attached to a atom which is having unshared p orbitals or with an atom which is having an unsaturated system. ഇതാണ് hyperconjugation. എന്നിട്ട് ഇവിടെ നോക്കുക, ഇവിടെ ഇൻ ടേഴ്സറി കാർബോകാറ്റയോൺ നമുക്കറിയാം ഈ കാർബൺ ആറ്റം അല്ലേ, ഇതാണ് കാർബോകാറ്റയോൺ. ഇവിടെ CH ഉണ്ട്, ഇവിടെ ഈ കാർബണോട് അറ്റാച്ച് ചെയ്ത് ഇവിടെ CH ഉണ്ട്. അപ്പം ഈ ടേഴ്സറിയിൽ എത്ര ഡീലോക്കലൈസേഷൻ വരും? ആദ്യം ഇവിടെ ഒരു H+ വരും, പിന്നെ അടുത്തത് എവിടെ വരും? ഇവിടെ H+ വരും, പിന്നെ അടുത്തത് എവിടെ വരും? ഇവിടെ H+ വരും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ H+ വരും, ഇവിടെ H+ വരും. ഓരോ തവണയും എന്താവും? ഇലക്ട്രോൺസ് ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്ത് ഓരോ സ്ഥലത്ത്. അപ്പോൾ എന്താ? മോർ ഡിസ്പേർഷൻ ഓഫ് പോസിറ്റീവ് ചാർജ്, ഗ്രേറ്റർ വിൽ ബി ദ സ്റ്റെബിലിറ്റി. സെക്കൻഡറിയിൽ കമ്പയർ ടു ടേഴ്സറി, സെക്കൻഡറി ഇസ് ഓൾസോ ഹാവിങ്. പ്രൈമറിയിലും ഉണ്ട്, ബട്ട് മോർ ഡീലോക്കലൈസേഷൻ ഓർ സ്പ്രെഡ് ഓഫ് ചാർജ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇസ് മോർ ഇൻ tertiary carbocation. That is the reason why tertiary carbocations are more stable than that of secondary, which in turn is more stable than that of primary. മനസ്സിലാവുന്നുണ്ടല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് നമുക്ക് എക്സ്പ്ലെയിൻ. അപ്പം ഞാൻ പറഞ്ഞു ഇനി അൺസാച്ചുറേറ്റഡ് സിസ്റ്റത്തിൻ്റെ കയ്യിലും ഇതേപോലെ എന്തുണ്ട്? ഹൈപ്പർ കോൺജുഗേഷൻ. നമുക്ക് നോക്കി നോക്കാം. CH3C ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത്? അതായത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ അടുത്തേക്ക് എന്ത് വരും? ഒരു കോൺജുഗേഷൻ. ആര്? CH ബോണ്ടുമായിട്ടുള്ള ഇലക്ട്രോൺസ് ഇവിടേക്ക് ഇതിങ്ങോട്ട് ജമ്പ് ചെയ്യും. ഇതിങ്ങോട്ട് ജമ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പൈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും? CH ഇവിടെ H+ വന്നു, ഡബിൾ ബോണ്ട് CH മൈനസ്. കാരണം ഈ രണ്ട് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വന്നു. ഈ H+ ഇങ്ങനെ വെറുതെ ഇടാൻ സമയത്ത് അപ്പം തന്നെ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് നടക്കും? ഇവിടെ ഒരു H ഉണ്ടാവും, ഇവിടെ ഒരു H+ ഉണ്ടാവും, ഇവിടെ ഒരു H ഉണ്ടാവും, ഡബിൾ ബോണ്ട് ബാക്കി അതേപോലെ തന്നെ കേട്ടോ. പിന്നെ വീണ്ടും എന്ത് ചെയ്യും? ഇവിടെ ഉള്ള ആൾ ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും. അങ്ങനെയല്ലേ നടക്കുക? അപ്പോൾ വീണ്ടും എന്തായി? H+ ഡബിൾ ബോണ്ട് CH മൈനസ് വന്നു. ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇയാൾ ഇങ്ങോട്ടേക്ക് വരുന്നു, CH അവിടെ H ഉണ്ട്. ഓക്കെ, CH തിരിച്ചു വന്നില്ലേ നമ്മുടെ ആൾക്കാർ? ഓക്കെ, എന്ത് സംഭവിച്ചു? ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യുമ്പം ഈ നെഗറ്റീവ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും. അപ്പം ഇതെന്താണ്? ദിസ് ഇസ് ഓൾസോ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്ട് വിച്ച് ഈസ് സീൻ ഇൻ അൺസാച്ചുറേറ്റഡ് സിസ്റ്റം. ഇനി ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റിൻ്റെ വേറൊരു പേരും കൂടി ഇനി അത് എക്സാം പേപ്പറിൽ കണ്ട കൺഫ്യൂസ്ഡ് ആവണ്ട. ഇറ്റ്സ് കോൾഡ് എസ് ബേക്കർ-നാഥൻ effect. It's also known as Baker-Nathan effect, or it's also known as
നോൺ ബോണ്ടഡ് റെസണൻസ്. ഇത് ശരിക്കും റെസണൻസ് പോലെയാണ്, പക്ഷെ റെസണൻസ് ആണോ? അല്ല, റെസണൻസ് അല്ല. റെസണൻസിൽ എന്താണ്? റെസണൻസ് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ദി കോൺജുഗേഷൻ ഓഫ് 2 പൈ ഇലക്ട്രോൺസ് അല്ലേ, അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 പൈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഒരു പൈ ഇലക്ട്രോൺസും ലോൺ പെയർ ആയിട്ടുള്ള ഇലക്ട്രോൺ. ഇവിടെ സിഗ്മ ഇലക്ട്രോൺസും, അതായത് ആറ്റം ടു വിച്ച്, അതായത് സിഗ്മ ഇലക്ട്രോൺസ് ആണ് ഇവിടെ എന്ത് നടക്കുന്നത്? ഡീലോക്കലൈസേഷൻ അല്ലെങ്കിൽ ഇവിടെ ഒരു കോൺജുഗേഷൻ നടക്കുന്നത്. റെസണൻസ് തന്നെ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ടും, അതായത് പൈ ഇലക്ട്രോൺസ് അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 പൈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഒരു പൈ ഇലക്ട്രോൺസ് ഒരു ലോൺ പെയറും തമ്മിലാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സിഗ്മ ഇലക്ട്രോൺസ് ആണ് കോൺജുഗേഷൻ. ആൻഡ് ദിസ് ഇസ് ഓൾസോ നോൺ ആസ് നോൺ ബോണ്ടഡ് റെസണൻസ്. എന്തുകൊണ്ട് അതിന് നോൺ ബോണ്ടഡ് റെസണൻസ്? ബിക്കോസ് when the electron shift is taking place, there is no bond is present in the system. Electron shift നടക്കണ സമയത്ത് കണ്ടില്ലേ, ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്തു പോകും. When the electron shift is taking place, the bond is not present in the system. That is why this is also known as non-bonded system. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞു? ഇൻഡക്റ്റീവ് എഫക്റ്റും മീസോമെറിക് കഴിഞ്ഞു, മീസോമെറിക് റെസൊനൻസ് എഫക്റ്റ് പഠിച്ചു, പിന്നെ ഇലക്ട്രോമെറിക് എഫക്റ്റ്, ആൻഡ് ദിസ് വൺ ഇസ് എ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് വരെ പഠിക്കാനുള്ളത്. ഇതുവരെ ക്ലിയർ ആയോ? മനസ്സിലായോ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിക് റിയാക്ഷൻസ് ആണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളിത് 10th പഠിച്ചിട്ടുണ്ട്. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻ. നിങ്ങൾക്ക് റേഡിയേഷൻ റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, പിന്നെ റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻ, അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും, ഹയർ ക്ലാസ്സസിൽ പഠിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, പ്യൂരിഫിക്കേഷൻ ഓഫ് കോമ്പൗണ്ട്സ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതൊക്കെ സിമ്പിളായിട്ട് പറഞ്ഞിട്ട് അങ്ങ് പോവാം, പക്ഷെ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ നിറച്ച് ഇതിൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കാണുന്നത് പ്രീവിയസ് ഇയേഴ്സൊക്കെ ആയിട്ട്. സോ ദാറ്റ് ഈസ്, അപ്പം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഏറ്റവും സിമ്പിളാക്കി നിങ്ങൾ ഇപ്പം തന്നെ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇത്, പ്യൂരിഫിക്കേഷൻ ഓഫ് കോമ്പൗണ്ട്. സോ വാട്ട് ഈസ് മെൻ ബൈ പ്യൂരിഫിക്കേഷൻ ഓഫ് കോമ്പൗണ്ട്സ്? എന്താണ് ഈ പ്യൂരിഫിക്കേഷൻ? നമുക്കൊക്കെ സിമ്പിളായിട്ട് അറിയാം. ഇപ്പം 2 or 3 മിക്സ്ചേഴ്സ് ഉണ്ട്, എയും ബിയും സിയും എന്ന് പറഞ്ഞൊരു മിക്സ്ചർ ഉണ്ട്. എനിക്ക് വേണ്ട കോമ്പൗണ്ട് സി മാത്രം അതിൽ നിന്ന് സെപ്പറേറ്റ് എടുക്കണം. ഈ ബാക്കിയുള്ള സബ്സ്റ്റൻസിനെ നമുക്ക് എന്തായിട്ട് പറയാം? ദി അൺവാണ്ടഡ്, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ. ഇറ്റ്സ് കോൾഡ് ആസ് അൺവാണ്ടഡ് സബ്സ്റ്റൻസ് അല്ലേ. എയും ബിയും ചിലപ്പോൾ കെമിക്കൽ കോമ്പൗണ്ട്, പക്ഷെ നമുക്കത് ആവശ്യമില്ല. സോ ദേ ആർ കോൾഡ് ആസ് അൺവാണ്ടഡ് സബ്സ്റ്റൻസ്. സോ ദി സെപ്പറേഷൻ ഓഫ് എ മിക്സ്ചർ ഫ്രം അൺവാണ്ടഡ് സബ്സ്റ്റൻസ്, the separation of a mixture or a compound from a mixture by removing the unwanted substance, that process is known as purification of compound. ഞാൻ സിമ്പിളായിട്ട് എൻ്റെ ഒരു ഭാഷയെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ഡെഫിനിഷനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. പ്യൂരിഫിക്കേഷൻ, അപ്പം നമുക്ക് ഓരോ കോമ്പൗണ്ടിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് പലതരത്തിലാണ് എന്തുള്ളത്, പ്യൂരിഫിക്കേഷൻ. അത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് തന്നെ അറിയാം. നമ്മളിപ്പോൾ കിച്ചണിലാണെങ്കിലും നമ്മൾ ഓരോ സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്യാൻ പല രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഷുഗറും വാട്ടറും ഉണ്ട്. അതൊന്ന് ഷുഗർ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ നമ്മുടെ സ്ട്രെയിനർ ഉണ്ടല്ലോ, അടുക്കളയിൽ യൂസ് ചെയ്യുന്ന അരിപ്പ, അത് വെച്ചിട്ട് ഒഴിച്ചാൽ ഷുഗർ കിട്ടുമോ? ഇല്ല. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എനദർ മെത്തേഡ്. ലൈക്ക് നമുക്കറിയാം, ഇവോപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, വെള്ളം ഇവോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ അവിടെ സെറ്റിൽ ആവും എന്നുള്ള കാര്യം നമുക്കറിയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? വെള്ളത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഇവോപ്പറേറ്റ് ചെയ്ത് പോക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പ്രോസസ്സ് ചെയ്യണം? കുറേ നേരം സെറ്റിൽ ചെയ്യാൻ വെച്ചിട്ട് അങ്ങനെ ഒരു പ്രോസസ്സ്. ഇനി അതേപോലെ ചായ ഉണ്ടാക്കി, കിച്ചണിൽ ചായ ഉണ്ടാക്കിയ സമയത്ത് ചായയുടെ ടീ ഡസ്റ്റ് ഉണ്ടാവുമല്ലോ, ചായപ്പൊടി, അത് നമ്മൾ ഒഴിവാക്കാൻ എന്താ ചെയ്യുക? നമ്മളൊരു സ്ട്രെയിനറിൽ കൂടെ ഒഴിക്കുക. അപ്പം നമ്മൾ തന്നെ ഡെയിലി ലൈഫിൽ പല മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ സാധനങ്ങളെയും സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ലബോറട്ടറിയിൽ വി ഹാവ് ഡിഫറെൻറ്റ് മെത്തേഡ്. ഔട്ട് ഓഫ് ദി സിമ്പിൾ മെത്തേഡ്സ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. സോ ദ ഫസ്റ്റ് വൺ ഇസ് സബ്ലിമേഷൻ. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, പക്ഷേ എക്സാമിന് നല്ലോണം ചോദിക്കാൻ വരും, കാരണം ഏറ്റവും സിമ്പിൾ അല്ലേ, അപ്പോൾ എളുപ്പത്തിൽ ചോദിക്കാം. വാട്ട് ഈസ് മെൻ ബൈ സബ്ലിമേഷൻ? ദ മെത്തേഡ് ഓഫ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക? അപ്പം ഈ ഒരു മെത്തേഡ്, സബ്ലിമേഷൻ മെത്തേഡ്. അപ്പോൾ ആദ്യം എന്താണ് സബ്ലിമേഷൻ? എന്താണ് സബ്ലിമേഷൻ? ഏറ്റവും സിമ്പിളാണ്. ദ കൺവേർഷൻ ഓഫ് എ സോളിഡ് ഇൻ ടു ഗേഷ്യസ് സബ്സ്റ്റൻസ് വിത്തൗട്ട് ഫോമിങ് ദ ലിക്വിഡ്. വിത്തൗട്ട് എന്താണ് ഡയറക്റ്റ് കൺവേർഷൻ ഓഫ് സോളിഡ് ഇൻ ടു ഗേഷ്യസ് സബ്സ്റ്റൻസ് ഇറ്റ്സ് നോൺ ആസ്, ഓർ ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് സബ്ലിമേഷൻ. സോളിഡിനെ ഡയറക്റ്റ് ആക്കി ഗ്യാസ് ആക്കി മാറ്റുക. അതായത് ഇൻ ബിറ്റ്വീൻ സോളിഡ് കഴിഞ്ഞാൽ ലിക്വിഡ് ഉണ്ട്, ലിക്വിഡ് കഴിഞ്ഞാൽ ഗ്യാസ് അല്ലേ വരിക. അതായത് ഐസ് എടുക്കുക, ഐസ് സോളിഡാണ്, ചൂടാക്കിയാൽ നമുക്ക് ആദ്യം വെള്ളം കിട്ടും. വെള്ളത്തിനെ ചൂടാക്കി കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? വേപ്പറായിട്ട് കിട്ടുക. പക്ഷേ ഈ സബ്ലിമേഷൻ എന്ന പ്രോസസ്സിൽ ഡയറക്റ്റ്ലി സോളിഡ് ഒറ്റയടിക്ക് ഗ്യാസ് ആവും. ഏറ്റവും നല്ലത് നാഫ്തലീൻ ബോൾസ്. നാഫ്തലീൻ ഇത് കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവാം. എന്താ പറയുക അതിന്? പാറ്റമിഠായി.
പാറ്റയ്ക്കൊക്കെ വയ്ക്കും ഒരു വൈറ്റ് കളർ ഒരു വല്ലാത്തൊരു കുത്തണ സ്മെല്ലായിട്ടുള്ളൊരു സാധനം. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആ സ്പേസിൽ പിന്നെ വെള്ളമൊന്നും ഉണ്ടാവില്ല. അത് കുറച്ച് ആവിയായിട്ട് പോയിട്ട് അവിടെ എന്താണ് ഗ്യാസ്, നമ്മളത് കാണില്ല സബ്സ്റ്റൻസ്, അല്ലാതെ അവിടെ ലിക്വിഡായിട്ട് കാണത്തില്ല. അപ്പം നാഫ്തലീൻ ബോൾസ് എന്ന് പറയും, അതായത് പാറ്റ മിഠായിന്നോ പാറ്റ ഗുളിക എന്നൊക്കെ പറയും. മിഠായി അല്ല കേട്ടോ, കഴിക്കണ സാധനമല്ല. അത് നമ്മൾ ഈ പാറ്റകളൊക്കെ ഇല്ലേ കിച്ചണിലും അവിടെ ഇവിടെയൊക്കെ വരുന്ന പാറ്റകൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിൽ നാഫ്തലിൻ ബോൾസ് വെക്കും. ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് ഉണ്ടാവുക. അപ്പം ഇറ്റ് അണ്ടർഗോസ് സബ്ലിമേഷൻ. അപ്പോൾ ഇതിപ്പോൾ എന്തിനാണ് പറഞ്ഞത്, എന്താണ് സബ്ലിമേഷൻ പ്രോസസ്സ്? സബ്ലിമേഷൻ മെത്തേഡ് ഇസ് മെയിൻലി യൂസ്ഡ് ഫോർ സോളിഡ് സബ്സ്റ്റൻസിന്. ആർക്കാണ് യൂസ് ചെയ്യുന്ന ഈ മെത്തേഡ്? സോളിഡ് സബ്സ്റ്റൻസ്. ഏത് സോളിഡ് സബ്സ്റ്റൻസ്? വൺ ഷുഡ് ബി ഒന്ന് എന്താണ്, ഇറ്റ് വുഡ് ബി സബ്ലിമേഷൻ. ഒന്ന് സബ്ലിമേഷൻ പ്രോസസ്സിൽ നടക്കുന്നതും അടുത്തത് നോൺ സബ്ലൈമബിൾ. ഒന്ന് സബ്ലിമേഷൻ ചെയ്യുന്നതും ഒന്ന് സബ്ലിമേറ്റ് ചെയ്യാത്ത സബ്സ്റ്റൻസിനെയാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെ മനസ്സിലാവും? അത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ഇപ്പോൾ ലാബിലാണെങ്കിൽ വി ഷുഡ് നോ ദാറ്റ് വാട്ട് ഓൾ മിക്സ്ചേഴ്സ് ആർ പ്രസന്റ്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ടെക്നിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഒരു മിക്സ്ചർ തന്നാൽ നമുക്ക് അറിയണം അതിൽ ഇന്ന കോമ്പൗണ്ട്സ് ഉണ്ട്. സോ വി ക്യാൻ യൂസ് ദിസ് മെത്തേഡ് ഫോർ പ്യൂരിഫിക്കേഷൻ. അപ്പോൾ ഈ സബ്ലിമേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്, ഫസ്റ്റ് വൺ വി വിൽ ബി ടേക്കിംഗ് എ ചൈന ഡിഷ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഡിഷാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ലബോറട്ടറിയിലൊക്കെ യൂസ് ചെയ്യുന്ന പേരാണ് ചൈന ഡിഷ്. അതിനെ നമ്മൾ ഒരു സ്റ്റാൻഡിൽ അങ്ങ് ക്ലാമ്പ് ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അടിയിൽ, ഞാൻ ഭയങ്കര വീക്കാണ് ഡ്രോ ചെയ്യാൻ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയഗ്രാം ഉണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ മിക്സ്ചർ ഓഫ് കോമ്പൗണ്ട്സ് വെച്ചിട്ട് ഒരു ഫണൽ, ഗ്ലാസ് ഫണൽ ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ വെക്കും. ഓക്കെ, ഗ്ലാസ് ഫണൽ വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നല്ലോണം ചൂടാക്കും. ഇതിനൊന്ന് ചൂടാക്കണ സമയത്ത് എന്ത് ചെയ്യും, സബ്ലൈം ചെയ്യുന്ന സബ്സ്റ്റൻസ് പെട്ടെന്ന് തന്നെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറും. സബ്ലൈം ചെയ്യുന്ന സബ്സ്റ്റൻസ് ഗേഷ്യസ് ആയിട്ട് മാറിയിട്ട് ഈ ഗ്ലാസിൻ്റെ സൈഡിൽ ഇങ്ങനെ വന്നിട്ട് ഗ്യാസായിട്ട് നിൽക്കും. അത് ഗ്യാസായിട്ട് പോകും. അപ്പോൾ അതെന്ത് ചെയ്യും, അപ്പോൾ ഈ ഗ്യാസ് ഈ വാൾസ് ഓഫ് ദി ഫണലിൻ്റെ മുകളിലൊക്കെ തട്ടിയിട്ടുണ്ടാവുമല്ലോ. ആൻഡ് ഇത് കൂൾ ഡൗൺ ചെയ്യണ സമയത്ത് ഈ ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ എന്തുണ്ടാവും, ആ സബ്ലൈമബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അതിനെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വി ക്യാൻ സെപ്പറേറ്റ്. ഈ ചൈന ഡിഷിലപ്പോൾ ആരുണ്ടാവും, ആ സബ്ലൈമബിൾ അല്ലാതെ, അതായത് പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യാത്ത പോലത്തെ ആ സോളിഡ് കണ്ടൻറ്റ് എവിടെ ഉണ്ടാവും, ഈ താഴെ നിൽക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ കുറച്ച് നാഫ്തലീനും മണ്ണും ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അടുത്ത് കണ്ട് നല്ലോണം ചൂടാക്കുമ്പോൾ എന്താവും, നാഫ്തലിൻ അങ്ങ് പുകഞ്ഞിട്ട് ഗ്യാസായിട്ട് പോകും. എന്നിട്ട് തണുക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി പ്രസൻറ്റ് ഓൺ ദി സൈഡ്സ് ഓഫ് ദിസ് ഗ്ലാസ് ഫണൽ. ആരെവിടെ കിടക്കുന്നുണ്ടാവും, താഴെ മണ്ണ് കിടക്കുന്നുണ്ടാവും. സോ ദിസ് മെത്തേഡ് ഇസ് മെയിൻലി യൂസ് ഫോർ സബ്സ്റ്റൻസ് വിച്ച് ആർ ഈസിലി സബ്ലൈമബിൾ ആൻഡ് ദി അതർ സബ്സ്റ്റൻസ് ഇസ് നോട്ട് സബ്ലൈമബിൾ. എക്സാമ്പിളാണ് ഒന്ന് നമുക്ക് നാഫ്തലിൻ്റെ പ്യൂരിഫിക്കേഷന് നമ്മളിത് യൂസ് ചെയ്യും. പിന്നെ അയോഡിൻ പോലത്തെ ഇറ്റ്സ് ഓൾസോ അണ്ടർഗോ സബ്ലിമേഷൻ. അയോഡിൻ, നാഫ്തലിൻ ഇവരെയൊക്കെ പ്യൂരിഫിക്കേഷന് നമ്മൾ ഈ സബ്ലിമേഷൻ പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സബ്ലിമേഷൻ എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി യു ഹാവ് ടു പ്രസൻറ്റ് ഇറ്റ് ഫോർ ദി എക്സാം. സോ വാട്ട് ഈസ് meant by the sublimation method of purification? Sublimation method is a method used for the purification of sublimable substance from a non-sublimable substance. Sublime ചെയ്യുന്ന സബ്സ്റ്റൻസിൽ നിന്ന് നോൺ സബ്ലൈമബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്. So what is meant by sublimation process? Sublimation process is a method of purification of compound which is employed or used to separate sublimable substance from a non-sublimable substance. In this method, the substance to be separated are kept in a sublimable apparatus. Sublimable apparatus, and it is heated. When it is heated, the sublimable substance get converted into vapors and they get deposited on the cool surface. From the cold surface, or get deposited on the cool surfaces, and from there we can separate this sublimable substance, and the substances which are not unsublimable will be present on the China dish, and from there we can separate it. This is the method mainly used for the separation of iodine, camphor, naphthalene. Camphor എന്ന് പറയുന്നത് നമ്മുടെ കർപ്പൂരം, അങ്ങനത്തെയൊക്കെയുള്ള കെമിക്കൽ കോമ്പൗണ്ട്സിനെ നമ്മൾ ഇതിനെന്ത് ചെയ്യാൻ, സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? എല്ലാ രീതിയിലും ഞാൻ പറഞ്ഞത്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാ നെക്സ്റ്റ് ഉള്ളത്, ക്രിസ്റ്റലൈസേഷൻ. വരെ നമ്മൾ പറയാൻ പോകുന്നത് ക്രിസ്റ്റലൈസേഷൻ ആണ്. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെക്നിക് വിച്ച് ഇസ് കോമൺലി യൂസ് ചെയ്തൊരു ടെക്നിക്കാണ്. ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ത് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ ദ സോളബിലിറ്റി ഓഫ് ദി ഇംപ്യൂർ കോമ്പൗണ്ട് ആൻഡ് ദ പ്യൂർ കോമ്പൗണ്ട്. നമ്മുടെ മിക്സ്ചറിൽ ഒരു ഇംപ്യൂർ ഉണ്ടോ, ഒരു പ്യൂർ ഉണ്ടോ. പ്യൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട സാധനം, ഇംപ്യൂർ എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് സാധനം. അപ്പോൾ ഇവരുടെ രണ്ടാളുടെയും
നമ്മൾ എടുക്കുന്ന സോൾവെൻറ്റിൻ്റെ സോളിബിലിറ്റീൻ്റെ ഡിഫറൻസ്, അതായത് ഇതിൽ ഒരാൾ നല്ലോണം നമ്മൾ എടുക്കുകയാണ്, ഇപ്പോൾ ഒരു സോൾവെൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഈ പ്യുവർ കോമ്പൗണ്ട് ഡിസോൾവ് ചെയ്യും വേണം, ഈ ഇംപ്യൂർ ആയിട്ടുള്ള കോമ്പൗണ്ട് ഡിസോൾവ് ചെയ്യാനും പാടില്ല. അങ്ങനത്തെ ഒരു സോൾവെൻ്റ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. സോ ദിസ് ക്രിസ്റ്റലൈസേഷൻ ടെക്നിക് ഇസ് മെയിൻലി ബേസ്ഡ് അപ്പോൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫറൻസ് ഇൻ ദ സോളിബിലിറ്റി ഓഫ് ദി പ്യുവർ കോമ്പൗണ്ട് ഓർ ദി ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ദ ഇംപ്യൂർ കോമ്പൗണ്ട് ഇൻ എ സോൾവെൻറ്റ്. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ സോൾവെൻ്റ് അങ്ങ് എടുക്കും. അപ്പം നമ്മളൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സോൾവെൻ്റ് എടുത്തു. നമ്മുടെ കയ്യിൽ AB എന്ന് പറഞ്ഞ മിക്സ്ചർ ഉണ്ട്. നമുക്ക് എനെ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഈ സോൾവെൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ഇറ്റ് വിൽ മേക്ക് ഡിസോൾവ്. ആരെ ഡിസോൾവ് ചെയ്യിപ്പിക്കും? നമ്മുടെ എനെ ഡിസോൾവ് ചെയ്യിപ്പിക്കും. ബി എന്താണ്? അതിൽ സോൾവബിൾ ആയിരിക്കത്തില്ല. അപ്പം നമ്മളിതിലേക്ക് ABനെ ആഡ് ചെയ്യും. ഈ AB ആഡ് ചെയ്യുന്ന സമയത്ത് ഇവർ ഡിസോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ അവർ സ്പാരിംഗിലി സോളബിൾ ആയിരിക്കും, അതായത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യത്തില്ല, കുറച്ച്. അപ്പോൾ നമ്മൾ ഇതിനെ ചൂടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ദേ വിൽ ബി ഈ ഇതിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യും. നമ്മൾ വീണ്ടും ഈ കോമ്പൗണ്ടിനെ ഇട്ടുകൊണ്ടേയിരിക്കും. എന്തിന്? വി ആർ ഗോയിങ് ടു പ്രിപ്പയർ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇട്ട് കഴിഞ്ഞാൽ അത് അലിയാത്ത രീതിയിൽ ഇടുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ ഡിസോൾവ് ആവുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പം നമുക്കറിയാം ഇറ്റ് വോണ്ട് ഡിസോൾവ്. ആ ഒരു സ്റ്റേജ് വെച്ചിരിക്കുന്നത് നമ്മൾ ഇടലങ്ങ് നിർത്തും. അപ്പോൾ എന്ത് ചെയ്യും? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനെ വെയിറ്റ് ചെയ്യണ സമയത്ത് ഈ A എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ കൂൾ ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ല? AB എന്ന് പറഞ്ഞ മിക്സ്ചറാണ്, അതിൽ നിന്ന് നമുക്ക് A എന്ന് പറഞ്ഞ ആളെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈസേഷനാണ്. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ബേസ്ഡ് അപ്പോൺ ദി ഡിഫറൻസ് ഇൻ ദ സോളിബിലിറ്റി ഓഫ് ദ പ്യുവർ കോമ്പൗണ്ട് ആൻഡ് ദ ഇംപ്യൂർ കോമ്പൗണ്ട്. അപ്പം നമ്മളൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സോൾവെൻറ്റിനെ ഡിസൈഡ് ചെയ്യും. എന്നിട്ട് ആ സോൾവെൻറ്റിൽ ആര് ഡിസോൾവ് ആവും? നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ പ്യുവർ കോമ്പൗണ്ടായിട്ട് നമുക്ക് വേണ്ട A ഡിസോൾവ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ സോൾവെൻറ്റിൽ ABനെ അങ്ങ് ഡിസോൾവ് ചെയ്തു. വീണ്ടും ഇട്ടിട്ട് ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ ഇറ്റ് ബിക്കം എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇതെങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തും കൊണ്ടാണ് നടക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ തണുക്കാൻ വെക്കും. ഇപ്പോൾ തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ദർ വിൽ ബി ക്രിസ്റ്റൽസ് ഫോമിങ് ഇൻ ദാറ്റ് സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ കുറേ ക്രിസ്റ്റൽസ് ഉണ്ടാവുന്നത് കാണും. അതാരാണ്? ഈ A എന്ന് പറഞ്ഞ ആളാണ് എന്തായിട്ട് ക്രിസ്റ്റലായിട്ട് വരുന്നത്. അപ്പം നമ്മൾ നന്നായി ഇതിനെ ഫിൽട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എടുത്ത് വേറൊരു ഫിൽട്രേറ്റിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? A എന്ന് പറഞ്ഞ ആൾ ഇവിടെയും ഒരു മദർ ലിക്കർ, നമ്മളിപ്പോൾ ഈ എന്താ പറയുക, ഈ ഫിൽട്രേറ്റ് ഉണ്ടാവുമല്ലോ, ഈ ഫിൽട്രേറ്റിന് അതിൽ ആരുണ്ടാവും? B ഉണ്ടാവും. അപ്പോൾ സ്മോൾ എമൗണ്ട് ഓഫ് A ഉണ്ടാവും. വീണ്ടും ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ബി പ്യുവർ A. മനസ്സിലായോ? ദിസ് മെത്തേഡ് ഇസ് നോൺ ആസ് ക്രിസ്റ്റലൈസേഷൻ. ഇത് പണ്ടേ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ക്രിസ്റ്റലൈസേഷൻ. ക്ലിയർ ആണല്ലോ? ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലൊരു പോയിന്റ് കൂടെ പറയാനുണ്ട് നമുക്ക്. നോക്കട്ടെ, ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സിന് നമുക്ക് മെയിനായിട്ട് എക്സാമ്പിൾസ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതിൽ കാര്യമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിലൊന്നും കൊടുത്തിട്ടില്ല. ഇനി ക്രിസ്റ്റലൈസേഷൻ, സംടൈംസ് ദിസ് ക്രിസ്റ്റൽ സോ ഫോംഡ്, ഇങ്ങനെ ഉണ്ടാകുന്ന ക്രിസ്റ്റൽസ് ചിലപ്പോൾ കളേർഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് കാണും. അതായത് ഇമ്പ്യൂരിറ്റീസ്, അതായത് കളർ കൊടുക്കുന്ന ചില ഇമ്പ്യൂരിറ്റീസിനെ കാണും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ കിട്ടിയ ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ, ഇതിനെ വീണ്ടും സെയിം സോൾവെൻറ്റ്, നമ്മൾ യൂസ് ചെയ്ത സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കും. എന്നിട്ട് അതിൽ നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോളിനെ ആഡ് ചെയ്യും. എന്താണ്? ആക്ടിവേറ്റഡ് ചാർക്കോളിനെ ആഡ് ചെയ്യും. ചാർക്കോളിനെ ആഡ് ചെയ്തൊരു 15 to 20 മിനിറ്റ്സ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ദിസ് ചാർക്കോൾ വിൽ അബ്സോർബ് ദി കളേർഡ് കോമ്പൗണ്ട് ആൻഡ് ദെർബൈ വി വിൽ ബി ഗെറ്റിംഗ് ദി അൺകളേർഡ് ആയിട്ടുള്ള നല്ല പ്യുവർ ആയിട്ടുള്ള A കിട്ടും. ക്ലിയർ ആയോ? ഇനി അടുത്തത് അധികം എക്സാമിന് ചോദിക്കാറുള്ള ഒന്നാണ് ഡിസ്റ്റിലേഷൻ മെത്തേഡ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ ഡയഗ്രാം അറിഞ്ഞിരിക്കണം. എന്താണ് ഡിസ്റ്റിലേഷൻ? ഞാൻ വരയ്ക്കുന്ന ഡയഗ്രാം നോക്കി പഠിക്കാൻ നിൽക്കരുത്. ടെക്സ്റ്റിലെ ഡയഗ്രാം തന്നെ വരയ്ക്കണം. കാരണം ഞാൻ അത്ര വലിയ കലാകാരിയല്ല. എനിക്ക് വരയ്ക്കാൻ ഇത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരാൾ വേറെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്ര മോശമായിട്ട് ഞാൻ വരയ്ക്കാം. അപ്പം എന്താണ് ഡിസ്റ്റിലേഷൻ? വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലോണം ശ്രദ്ധിക്കണം. ഇതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യനും ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഡിസ്റ്റിലേഷൻ. എന്താണ് ഡിസ്റ്റിലേഷൻ? ദിസ് മെത്തേഡ് ഇസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് volatile liquid from a non-volatile impurity, from a volatile liquid from a non-volatile impurity, and also the liquid that have difference in their boiling point. അപ്പോൾ ആദ്യം volatile എന്താ, non volatile എന്താണ്? വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ പറയുന്ന എളുപ്പത്തിൽ കെമിസ്ട്രി ഇസ് എ വോളറ്റൈൽ സബ്ജക്റ്റ് എന്ന് വെറുതെ നമ്മുടെ ഒരു എസ്കേപ്പിന് വേണ്ടി പറയുന്നത്. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആവിയായി പോകും,
പഠിച്ചേക്കുമ്പോൾ നിങ്ങൾ തന്നെ പറയുന്നില്ല അയ്യോ പഠിച്ചത് ഓർമ്മയെങ്കിൽ. ഞങ്ങൾ തന്നെ പണ്ടേ പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ പി ജിക്ക് പഠിക്കുമ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിക്കും ഞങ്ങളൊരു കെമിസ്ട്രി വോളറ്റൈൽ മീൻസ് സബ്ജക്റ്റില്ല, അതുകൊണ്ടൊക്കെ മറന്നു പോകുന്നുള്ളത് നമ്മുടെ ഒരു എക്സ്ക്യൂസാണ്. അപ്പോൾ എന്താ പറയുക, വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സബ്സ്റ്റൻസ് പെട്ടെന്ന് ആവിയായി പോകും, ബട്ട് ഇറ്റ് ഈസിലി വേപ്പറൈസസ്. സോ ദിസ് മെത്തേഡ് ഇസ് യൂസ് ടു സെപ്പറേറ്റ് വോളറ്റൈൽ, പെട്ടെന്ന് വേപ്പറായി പോകുന്ന സബ്സ്റ്റൻസ് ഫ്രം നോൺ വോളറ്റൈൽ, പെട്ടെന്ന് വേപ്പർ ആവാത്ത സബ്സ്റ്റൻസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡിസ്റ്റിലേഷൻ. സോ വാട്ട് ഇസ് ഡിസ്റ്റിലേഷൻ? ഡിസ്റ്റിലേഷൻ മെത്തേഡ് ഇസ് യൂസ് ടു സെപ്പറേറ്റ് volatile liquid from a non-volatile impurity, and also the liquids have difference in their boiling point. പിന്നെ അല്ലെങ്കിൽ എന്താ, രണ്ട് ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യണം. എ എന്ന് പറഞ്ഞാൽ ബി, രണ്ടാളും ബോയിലിംഗ് പോയിന്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ദി ലിക്വിഡ്സ് ഹാവിങ് ഡിഫറെൻറ്റ് ബോയിലിംഗ് പോയിന്റ് വേപ്പറൈസസ് എറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ, ദ വേപ്പേഴ്സ് ആർ കൂൾഡ് ആൻഡ് ദ ലിക്വിഡ് സോ ഫോംഡ് ആർ കളക്റ്റഡ് സെപ്പറേറ്റ്ലി. ഇതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. അത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഈ ഡിസ്റ്റിലേഷൻ തന്നെ പലതരത്തിലുണ്ട്. ഒന്ന് സിമ്പിൾ ഡിസ്റ്റിലേഷൻ, ഒന്ന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ഈ പേരുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പിന്നെ സ്റ്റീം ഡിസ്റ്റിലേഷൻ. നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാണ്ട്, ഓരോന്നും ഇമ്പോർട്ടൻ്റ്. പക്ഷേ ഇതൊക്കെ വളരെ സിമ്പിളാണ്, കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ മതി. അപ്പം ഞാൻ ആദ്യം പറയാൻ പോകുന്നത് സിമ്പിൾ ഡിസ്റ്റിലേഷൻ. എപ്പോഴും ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഡിസ്റ്റിലേഷൻ ആൻഡ് ദി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ഓർ വൈ വി ആർ യൂസിങ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഇൻസ്റ്റെഡ് ഓഫ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ ഇൻ സം കേസ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പം എന്താണ് ആദ്യം സിമ്പിൾ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞുതരാം. സിമ്പിൾ ഡിസ്റ്റിലേഷൻ ഇപ്പം എന്താണെന്ന് മനസ്സിലായിട്ടില്ലേ? സിമ്പിൾ ഡിസ്റ്റിലേഷൻ ഇസ് ഓൾസോ മെയിൻലി യൂസ്ഡ് ഫോർ ദി സെപ്പറേഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ് ഫ്രം എ നോൺ വോളറ്റൈൽ ലിക്വിഡ്. അതിന് യൂസ് ചെയ്യാറുണ്ട് ഈ സിമ്പിൾ ലിക്വിഡ്. ഇനി ദി സെപ്പറേഷൻ ഓഫ് ടു കോമ്പൗണ്ട്സ് വിച്ച് ഡിഫേഴ്സ് ഇൻ ദിയർ ബോയിലിംഗ് point, their difference in their boiling point will be almost 30 Kelvin to 50 Kelvin. അതായത് കുറച്ച് വലിയ ഡിഫറൻസ് ഉള്ള ബോയിലിംഗ് പോയിന്റ് ഉള്ള ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ സിമ്പിൾ ഇതാണ് യൂസ് ചെയ്യുക. പക്ഷേ ബോയിലിംഗ് പോയിന്റ് വളരെ വ്യത്യാസമില്ലാത്ത, അതായത് അടുത്തടുത്ത് നിൽക്കുന്ന ലിക്വിഡ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അതുകൊണ്ടാണ് ഈ പോയിന്റ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. That is the liquids which differs in their boiling point approximately to 30 to 50 Kelvin. അവരുടെ ഡിഫറൻസ് 30 to 50 Kelvin ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സിമ്പിൾ ഡിസ്റ്റിലേഷൻ. ഞാൻ പറഞ്ഞു എൻ്റെ ഡയഗ്രാം നോക്കി പഠിക്കരുത്, ടെക്സ്റ്റിൽ നല്ല ഭംഗിയുള്ള ഡയഗ്രാം ഞാൻ ഇവിടെ ഫോട്ടോയും കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഒരു എളുപ്പത്തിന് ഞാൻ പഠിപ്പിച്ചുതരാം. ഒരു സ്റ്റാൻഡ്, ഇത് എല്ലാത്തിനും ഒരു അപ്പാരറ്റസ് ഉണ്ടാവും, ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. ഈ സ്റ്റാൻഡിൽ ഒരു ക്ലാമ്പ് ചെയ്തിട്ട്, ഇപ്പോൾ എനിക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള മിക്സ്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. എനിലിനും ക്ലോറോഫോമാണ്. ഐ എം ഗോയിങ് ടു സെപ്പറേറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് എപ്പോഴും ചോദിക്കേണ്ട, ഹൗ യു സെപ്പറേറ്റ് എനിലിൻ ആൻഡ് ക്ലോറോഫോം. എനിലിൻ ആൻഡ് ക്ലോറോഫോം. എനിലിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 334 കെൽവിനും ക്ലോറോഫോമിൻ്റെ എന്ന് പറയുന്നത് 457 കെൽവിനുമാണ്. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അപ്രോച്ചബിളി നല്ല ഡിഫറൻസ് തന്നെ ഇവരുടെ ടെമ്പറേച്ചർ, മീൻ ഇവരുടെ എന്തിലുണ്ട്, ഇവരുടെ ബോയിലിംഗ് പോയിന്റ്. സോ വി ക്യാൻ യൂസ് ഡയറക്ട്ലി ദ മെത്തേഡ് ഓഫ് എന്താണ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മിക്സർ എടുക്കണം. മിക്സർ എന്തെങ്കിലും എടുക്കുക, വെറുതെ ഏതെങ്കിലും കൊണ്ട് പാത്രത്തിൽ എടുക്കാൻ പറ്റുമോ? ഇല്ല. ഐ എം യൂസിങ് എ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്. ഓക്കെ, റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ഇങ്ങനെ വെച്ചു. അതിലിപ്പോൾ എൻ്റെ മിക്സ്ചർ എനിലിനും ക്ലോറോഫോമും ഉണ്ട്. ഇനി ഇതിങ്ങനെ വെറുതെ വെക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യണം? ഇതിന് ഹീറ്റ് ചെയ്യാനുള്ള ആളെ വെക്കണം. അപ്പം ഞാനിവിടെ ഒരു ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ നല്ല ഭംഗിയായിട്ടൊക്കെ വരച്ചോളൂ കേട്ടോ, നല്ലൊരു സ്പിരിറ്റ് ലാമ്പ്, ഒരു ലാമ്പ് വെച്ചു. അപ്പം നമ്മൾ എന്താ ചെയ്ത്, നല്ല ഭംഗിയായിട്ട് ഒരു സ്പിരിറ്റ് ലാമ്പ് അങ്ങനെ വെച്ചു. ഇനി ഇതിങ്ങനെ തുറന്നു വെക്കാൻ പറ്റത്തില്ലല്ലോ, ഇത് ഒരു അടച്ചു വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു തെർമോമീറ്റർ അങ്ങ് പ്ലേസ് ചെയ്യും. തെർമോമീറ്റർ എന്തിനാണ് പ്ലേസ് ചെയ്യുന്നത്? നമുക്കറിയണ്ടല്ലോ ഏത് ടെമ്പറേച്ചറിലാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ അടുത്തുനിന്ന് ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് പൈപ്പ് നമ്മൾ അങ്ങിടും. ഇതെന്തിനാണ് പൈപ്പ് ഇടുന്നത്? നമുക്കറിയാം ഇതിൽ നിന്ന് പുറത്തേക്ക് ആര് വരണം? ലിക്വിഡ് ഇങ്ങനെ വേപ്പറൈസ് ചെയ്തു. ഇനി ഈ ഒരു ഔട്ട്ലെറ്റ് പൈപ്പിന് ചുറ്റും നമ്മളൊരു കണ്ടൻസർ, അതായത് ഇതിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെള്ളം കൊടുക്കും. എന്തിനാ? ഈ പറഞ്ഞുതരാം, ഓരോന്നിനും ആവശ്യമുണ്ട്. ഇൻലെറ്റ് ഫോർ വാട്ടറും ഔട്ട്ലെറ്റ്. ഈ വരുന്ന വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് ഇതൊക്കെ പൈപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഗ്ലാസ് പൈപ്പ് ഇങ്ങനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജാറ് വയ്ക്കും. ഓക്കെ, ഒരു ജാറും വെച്ചിട്ടുണ്ട്. ഒക്കെ സെറ്റായില്ലേ? നമ്മളെന്താണ്, ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുത്തു, ഹീറ്റ് ചെയ്തു, ഇതിൻ്റെ ഉള്ളിൽ മിക്സ്ചർ ഉണ്ട്. ഇതിങ്ങനെ നല്ല കേട്ടോ, ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റിലും കാണാം, എല്ലാത്തിലും കാണാം. ഇനി നമുക്ക് എന്തുണ്ട്, ഒരു കണ്ടൻസർ ഉണ്ടാവും,
ഒരു കണ്ടൻസർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ലിക്വിഡ് താഴേക്ക് വരിക. ഇവിടെ ഒരു ഇൻലെറ്റ് പൈപ്പ് ഉണ്ട്, ഔട്ട്ലെറ്റ് പൈപ്പ് ഉണ്ട്, അത് ഇൻലെറ്റിൽ കൂടെ വെള്ളം കയറണം. ഇനി എന്താണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്? നമുക്കറിയാം എനിലിനും ക്ലോറോഫോമിനും ടെമ്പറേച്ചർ നല്ല ഡിഫറൻസ് ആണ്. സോ വി ആർ ഗോയിങ് ടു ബോയിൽ ദിസ് ലിക്വിഡ്. വെൻ വി ആർ ഹീറ്റിംഗ്, ആർക്ക് ഏറ്റവും ടെമ്പറേച്ചർ കുറവുള്ള ബോയിലിംഗ് പോയിന്റ്? എനിലിൻ ബോയിൽസ് ഫാസ്റ്റ് ആൻഡ് ഇറ്റ്. അപ്പോൾ നമുക്കിവിടെ തെർമോമീറ്ററിൽ കാണാം ഓൾമോസ്റ്റ് 334 കെൽവിൻ ആകുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? പിന്നെ കൂട്ടൂല, അപ്പോൾ അതൊക്കെ വെക്കും. എന്തിനാ? കൂടാതിരിക്കാൻ നോക്കും. ആൻഡ് വാട്ട് ഹാപ്പൻ at 334 കെൽവിൻ വി നോ ദാറ്റ് എനിലിൻ സ്റ്റാർട്ട്സ് ടു ബോയിൽ. എനിലിൻ ബോയിൽ ചെയ്ത് വേപ്പറായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇതെന്ത് ചെയ്യും? ഒരു ഔട്ട്ലെറ്റ് കിട്ടുമ്പം ഗ്യാസ് അതിൻ്റെ ഉള്ളിൽ കൂടെ അല്ലേ പോവുക, ഈ വേപ്പർ ഈ ചെറിയ കണ്ടൻസറിൻ്റെ ഉള്ളിൽ കൂടെ വരും. അപ്പോൾ ഇതിന് ചുറ്റും എന്തുണ്ട്? നമ്മൾ വെള്ളം ഇങ്ങനെ കവർ ചെയ്ത്, ഈ പൈപ്പിന് ചുറ്റും വെള്ളമുള്ളതുകൊണ്ട് ഈ പൈപ്പ് ഇങ്ങനെ തണഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? ഈ കണ്ടൻസർ എന്തുകൊണ്ട് തണഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്? ലൈറ്റ് കൂൾ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ കൂൾ ചെയ്യുന്ന സാധനം. അപ്പോൾ ഇതിങ്ങനെ കൂളാക്കും. ഈ കൂളാക്കുമ്പോൾ ഈ വേപ്പർ കൂൾ ചെയ്ത് എന്താവും? അത് ലിക്വിഡും. ഈ ലിക്വിഡ് എവിടെ വരും? ഈ ജാറിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇതിങ്ങനെ അനിലിന് ഇങ്ങനെ വന്ന് ഇതിൽ വരും. പിന്നെ ഈ ഇതങ്ങോട്ട് മാറ്റും. പിന്നെ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് ഒരു 457 ഒക്കെ ആകുമ്പോൾ ആര് ബോയിൽ ചെയ്യാൻ തുടങ്ങും? നമ്മുടെ ക്ലോറോഫോം. അപ്പോൾ അതും ഇതേപോലെ കളക്ട് ചെയ്യും. പക്ഷേ ഇത് ഒറ്റയടിക്ക് പ്യുവർ ആണ്? നോ, ദിസ് പ്രോസസ് വിൽ ബി റിപ്പീറ്റഡ്ലി. വി ആർ റിപ്പീറ്റിംഗ് ഇൻ ഓർഡർ ടു ഗെറ്റ് ദ പ്യുവർ ഫോം. പിന്നെയും ഈ ലിക്വിഡ് ഇതുപോലെയാക്കി ചൂടാക്കി റിപ്പീറ്റ് ചെയ്ത പ്രോസസ്സ്. ആൻഡ് ദിസ് മെത്തേഡ് ഇസ് നോൺ ആസ് എന്താണ്? ഡിസ്റ്റിലേഷൻ മെത്തേഡ്. മനസ്സിലായോ എന്താണ് ഡിസ്റ്റിലേഷൻ മെത്തേഡ്? എക്സാമിന് വെറുതെ ഇങ്ങനെ ഒരു പൈപ്പ് എടുക്കും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും ഇല്ല. സോ ദ ക്വസ്റ്റൻ, ഹൗ വി ക്യാൻ സെപ്പറേറ്റ് എനിലിൻ ഫ്രം ക്ലോറോഫോം? ഫോർ ദാറ്റ് വി ആർ യൂസിങ് ദ ഡിഫറെൻറ്റ് ടെക്നിക്സ്. സോ എങ്ങനെയാണ് എക്സാമിന് ആൻസർ പറയേണ്ടത് ശ്രദ്ധിച്ചോളൂ. ഇത് നല്ല ഇതുപോലത്തെ ഏത് ക്വസ്റ്റൻ വന്നാലും. For the conversion of aniline or the separation of aniline from chloroform, we use the method of simple distillation because the difference between their temperature is large. Our difference in the temperature is large. So for that we are taking a round bottom flask in which aniline and chloroform is taken, and this is directly connected, or this round bottom flask is connected to a condenser, and a jar or a collecting beaker is present there, and this condenser is continuously cooled by giving water, by circulating water throughout it. When we give the temperature, we know that the aniline, which is having a lower boiling point, starts to boil first, and the vapors will be coming out of this. And these vapors, when passed through the condenser, it get cooled and it will converted into liquid and it's collected at the jar. And this process continues, and finally, at the temperature increases, we will remove this jar and place another jar in which the chloroform will be collected. And by this method, we can separate aniline and chloroform. To get pure aniline and chloroform, this process is repeated. Simple. Clear ആയല്ലോ? ഇനി അടുത്ത ഏതൊക്കെ അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്ത് വെക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഈതർ ആൻഡ് ബെൻസീൻ, അവരെ സെപ്പറേറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ മെത്തേഡാണ്. ഈതറിന് ഓൾമോസ്റ്റ് 308 കെൽവിൻ ആണ് അവരെ ബോയിലിംഗ് പോയിന്റ്, ബെൻസീന് 384 കെൽവിൻ ആണ്. കേട്ടോ, ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് മിക്സ്ചർ ഓഫ് ബെൻസീനും ക്ലോറോഫോമും. ബെൻസീൻ, ക്ലോറോഫോം, ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഇത് നോട്ട് ചെയ്ത് വെക്കണേ. നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ. അടുത്തത് ഏതാ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. പക്ഷെ അതൊന്നും എടുക്കുന്നില്ല. ഇന്ന് ഈ വീഡിയോത്തിൻ്റെ ആവശ്യത്തിലേറെയായി. നിങ്ങൾ നന്നായി പഠിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും സ്റ്റീം ഡിസ്റ്റിലേഷനും പിന്നെ എന്തൊക്കെയാണ് എടുക്കാനുള്ളത്? കുറേ എടുക്കാനുണ്ട്. ക്രോമറ്റോഗ്രാഫി നിറച്ച് പഠിക്കേണ്ട, പക്ഷേ പേടിക്കൊന്നും വേണ്ട. ഇങ്ങനെ പഠിച്ച് എൻ്റെ കൂടെ പോയാൽ തീരത്തുന്നില്ല. അടുത്ത ലെസൺസൊക്കെ വേഗം പഠിച്ചു തുടങ്ങിക്കോളൂ. അപ്പോൾ മനസ്സിലാവാത്ത കാര്യമൊക്കെ കമൻസിലിട്ടോളൂ. പരീക്ഷ ആവാനായി ടെൻഷനൊന്നും അടിക്കേണ്ട. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ കുറേ ടെൻഷൻ ഉണ്ടാകും. കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എപ്പോഴും ഒരു ക്ലാസ്സോ ഒരു ടീച്ചറോ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നമ്മളെ പഠിത്തം. നമ്മളൊക്കെ വലിയ ക്ലാസ്സിലെത്തി കുറേ ഫ്രീ കിട്ടുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇപ്പം ഞാൻ HSSlive.in, അതിൽ നിറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, നിറച്ച് വർക്കൗട്ട് ചെയ്ത എക്സാമ്പിൾസ് ഉണ്ട്, നിറച്ച് നോട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. അത് എല്ലാ കാര്യമുണ്ട്. ഏറ്റവും ഷോർട്ടായിട്ടുള്ള നോട്ട്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് വായിച്ചു നോക്കുക, പഠിക്കുക. എന്നിട്ട് മനസ്സിലാവാത്ത കാര്യമൊക്കെ ഉണ്ട് കമൻസിലിടുക, അല്ലെങ്കിൽ മെയിൽ ചെയ്യൂ easychemistryclass@gmail.com. പിന്നെന്താണ്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ജസ്റ്റസ് കെമിസ്ട്രി ക്ലാസ് ഉണ്ട്, ഇൻസ്റ്റാ പേജ് ഉണ്ട്. ഇതിലൊക്കെ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.